പൊന്നുമലവാരത്തമ്മേ വന്നിരിക്കും നീ സഭയിൽ ഞാനൊരു കഥ പറയാ വന്നിരിക്കും നീ സഭയിൽ ഞാനൊരു കഥ പറയാ മലവാരത്തമ്മയുടെ നല്ല മധുപൂർവം കഥ പറയാ മഞ്ഞണിഞ്ഞ മാമലയിൽ വാഴുമുകിൽ ഭഗവാന്റെ തിരുമകളായവളെ പൊന്നുമലവാരത്തമ്മേ പൊന്നുമലവാരത്തമ്മേ. അങ്ങനെ ഹനുജാദേവ് അവരുടെ അരമണി കിലുക്കം ഈ വിയൂർ ദേശത്തെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിക്കുന്ന അരമണി കിലുക്കമാണ് ഈ കാണുന്നത് ആ കുംഭ കുലുക്കിയുള്ള ആ കുടവയർ കുലുക്കിയുള്ള അരമണി കുലുക്കിയുള്ള അവരുടെ യാത്ര പുറപ്പാട് അല്പസമയത്തിനകം ഉണ്ടാകും. നേരെ ഇവിടെ നിന്നും തേക്കിൻകാട് ഇളക്കി ഈ കപ്പ് ഇവിടേക്ക് തന്നെ എത്തിക്കും, വിയൂരേക്ക് തന്നെ എത്തിക്കും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെയാണ് പുലികൾ പുറപ്പെടാൻ പോകുന്നത്. തൃശൂർ നഗരം കീഴടക്കാൻ പുലികൾ ഇറങ്ങുന്നു. പുലിപ്പടയാണ് ഇപ്പോൾ നഗരത്തിൽ കാണാൻ കഴിയുന്നത്. സ്വരാജ് റൗണ്ട് ചുറ്റി തേക്കിൻകാട് മൈതാനിയിൽ. അപ്പോൾ ആ തരത്തിലേക്കാണ് വിവിധ ദേശങ്ങളെ പ്രതിനിധീകരിച്ച് ഇത് എല്ലാം പ്രശസ്ത പുലിക്കളി ട്രൂപ്പുകളാണ്. വിയൂർ, പാട്ടുരായ്ക്കൽ ഉൾപ്പെടെയുള്ള ദേശങ്ങൾ അതെല്ലാം പ്രശസ്ത ട്രൂപ്പുകളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ആ തരത്തിലേക്ക് കൂടുതൽ കാലങ്ങളായി പുലികൾ വേഷം ധരിക്കുന്നവരൊക്കെ ഇക്കുറിയും എത്തിയിട്ടുണ്ട്. കുട്ടിപ്പുലികൾ ഉൾപ്പെടെയുള്ളവർ ഇക്കുറിയും അവിടെയുണ്ട്. അതിൽ പ്രധാനമായി എന്തൊക്കെയാണ് സസ്പെൻസുകൾ, സർപ്രൈസുകൾ എന്നൊക്കെയുള്ളത് കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പോകുന്നു നിഖിൽ പ്രമേഷിലേക്ക്. പാട്ടുരായ്ക്കൽ ദേശത്തിനൊപ്പമാണ് നിഖിൽ ഉള്ളത്. നിഖിൽ, ഇപ്പോൾ അവിടെ നിന്ന് ഇവർ പുറപ്പെട്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ പാട്ടുരായ്ക്കൽ സംഘം ഇപ്പോഴിതാ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. ഈ രാജാവിധികളെ ധന്യമാക്കിക്കൊണ്ട് ഇരുഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ അവരെ കാത്തിരിക്കുകയാണ്. ഇരുഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇവർ കടന്നു പോകുന്ന ഈ പുലികൾ കടന്നു പോകുന്ന 51 പുലികൾ കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ അവരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു വികാരമാണ്. എങ്ങനെ നല്ല ചിത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാടധികം ആളുകൾ പല ദിക്കുകളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മോൾ എവിടെ നിന്ന് വരുന്നത്? ഞാൻ അടാട്ടുന്ന്. ഇവിടെ പാട്ടാക്കലിൽ താമസിക്കും. അടിപൊളിയല്ലേ? എല്ലാവരും ഇതാ അങ്ങനെ നല്ലത് തരും. പാട്ടേക ദേശത്തിന്റെ ആവേശമാണിത്. ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ഇവിടെ കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു വ്യാഴവട്ടത്തിന് ശേഷമാണല്ലോ വരുന്നത്? തീർച്ചയായും വളരെയധികം ഒരു വ്യാഴവട്ടത്തിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു ഇറക്കാണിത്. ആ ഇറക്കം, അതായത് 14 വർഷങ്ങൾക്കിപ്പുറം അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് വെറുതെ ആകില്ല ആ ഇറക്കം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ പ്രതീക്ഷ, ആ വലിയ വിശ്വാസം അതൊക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ സംഘം, 51 അംഗ സംഘം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഇത്തവണ തങ്ങൾ കപ്പടിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ അവർ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നതും ഈ പാട്ടുരായ്ക്കൽ വിഭാഗം തന്നെയാണ്, ദേശം തന്നെയാണ്. അവരിതാ വളരെ സജീവമായി അവരുടെ 51 അംഗ പുലികൾ, അതിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങളിലുള്ള പുലികളുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. 5 മണി എന്നാണ് ഫ്ലാഗ് ഓഫ് പറഞ്ഞത്. അപ്പോഴേക്കായിരിക്കും ഈ സംഘം അവിടേക്ക് എത്തുക. ഇപ്പോൾ തന്നെ 4 മണി പിന്നിട്ടിരിക്കുന്നു. ഇവർ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പുലികളെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ചിത്രങ്ങൾ പകർത്തുന്നതിന് വേണ്ടി, അവരുടെ ഓണാഘോഷം പൂർത്തിയാക്കുന്നതിന് വേണ്ടി. അതായത് നമുക്കറിയാം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓണാഘോഷങ്ങൾ പൂർത്തിയാകണമെങ്കിൽ അത് പുലിക്കളി കൂടി കഴിയണം. 4ാം ഓണം കഴിഞ്ഞ് ഈ പുലിക്കളി കൂടി പൂർത്തിയായാലേ അവരുടെ ഓണാഘോഷങ്ങൾ പൂർത്തിയാകൂ. അതുകൊണ്ട് തന്നെ ആ മനോഹരമായിട്ടുള്ള കാഴ്ച
കാണുന്നതിന് വേണ്ടി ഒരുപാടധികം ആളുകൾ ഈ റോഡിന്റെ ഇരുഭാഗങ്ങളിലും കാത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഗതാഗത നിയന്ത്രണമുണ്ട് ഈ സമയത്ത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലാതെ തങ്ങളുടെ പ്രിയപ്പെട്ട ആഘോഷത്തിന് വേണ്ടി അല്പം ഒന്ന് ബുദ്ധിമുട്ടുന്നതിലും യാതൊരു കുഴപ്പവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരെത്തുന്നത്. ഇതൊരു വ്യത്യസ്തനായ പുലിയാണ്, ഗോൾഡൻ കളറിലുള്ള ഒരു പുലിയാണ്. അതൊക്കെ ഈ ഇത്തരത്തെ പാട്ടുരായ്ക്കൽ വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ആ അരമണി ഇങ്ങനെ കിലുക്കി വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ആ താളം ഒരു രസകരമായ താളമാണ്, ഭയങ്കര ഭംഗിയായിട്ട് രൗദ്രതാളം എന്നാണ് പറയുന്നത്. രൗദ്രതാളത്തിൽ ഇങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ് പുലികൾ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച എന്നുകൂടി നമുക്ക് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം ഈ പാട്ടുരായ്ക്കൽ വിഭാഗം സ്വരാജ് നഗറിലേക്ക് പ്രവേശിക്കും. അതിനു വേണ്ടിയിട്ട് ഈ സംഘം ഇരുഭാഗങ്ങളിലും അവർക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. നേരിയ വാഹനങ്ങളൊന്നും തന്നെ കടന്നു വരാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇതിൽ കുഞ്ഞു പുലികളുണ്ട്, നല്ല പ്രായമായ പുലികളുണ്ട്, നല്ല വയറൻ പുലികളുണ്ട്. ആ തരത്തിൽ ഇത്തവണ 14 വർഷങ്ങൾക്ക് ഇപ്പുറം വരുമ്പോൾ 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ അതൊരു വെറുതെ ഒരു വരവാവരുത്, വെറുതെ വന്നു പോകുന്ന ഒരു വരവാവരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച സംഘാടനത്തോടു കൂടി, മികച്ച മുന്നൊരുക്കത്തോടു കൂടിയാണ് ഇത്തവണ അവർ ഇറങ്ങുന്നത്. നമുക്കറിയാം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഓരോ ദേശത്തെ സംബന്ധിച്ചിടത്തോളം, വലിയൊരു സാമ്പത്തിക ബാധ്യത. അങ്ങനെയല്ലേ? അതായത് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 10-12 ലക്ഷത്തോളൊക്കെ ചെലവ് വരും. 12 മുതൽ 15 ലക്ഷം വരെ ഞങ്ങൾക്ക് ചെലവ് വരുന്നതാണ്. ഇപ്രാവശ്യത്തെ പ്രതിസന്ധി വളരെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ ആവേശം തളരാതെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്, അതായത് ഒരു വികാരം തന്നെയാണ് എന്ന് പറയാം. ഒരു പുലിക്കളി സംഘത്തിന് ഒരു തവണ ഇറങ്ങണമെങ്കിൽ, അതായത് ഒരു തവണ ഈ തരത്തിൽ നഗരവീഥിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഏതാണ്ട് 10 മുതൽ 12 ലക്ഷം വരെയൊക്കെ ചെലവ് വരും. ഇത്രയും പേരെ അണിയിച്ചൊരുക്കണം, അതിനുള്ള ആഭരണങ്ങൾ ഇതെല്ലാം, ഈ അരമണി ഇതെല്ലാം വാടകയ്ക്ക് എടുക്കണം. അങ്ങനെ വലിയ ചിലവാണ്. സമ്മാന തുകയാണെങ്കിൽ അതിന്റെ പകുതി പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, പകുതിയുടെ പകുതി പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിരിക്കെ പോലെ ആ സമ്മാനത്തിനപ്പുറത്തേക്ക് കപ്പടിക്കുക, അതായത് 7 ദേശങ്ങൾ ഒരുമിച്ച് പോരാടുമ്പോൾ അതിൽ തങ്ങളുടെ ദേശം വിജയിക്കുക, തങ്ങളുടെ ദേശം കപ്പടിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അതാണ് തൃശ്ശൂർക്കാരുടെ ആവേശം. അതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു തരത്തിലുള്ള വികാരങ്ങളുമില്ല, അതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല. ഈ ദേശത്തിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, പല രാഷ്ട്രീയ ചിന്തകളുള്ള ആളുകൾ, അവരെല്ലാവരും ഈ പൂരത്തിന്റെ പുലിക്കളിയുടെ കാര്യങ്ങൾ വരുമ്പോൾ അവരൊരു ഒറ്റ മനസ്സായി മാറുകയാണ്, ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുകയാണ്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പോലീസിന്റെ സാന്നിധ്യമാണ്. എന്നുവെച്ചാൽ നേരത്തെ തൃശ്ശൂർ പൂരത്തിൽ ആവോളം പഴികേട്ട പോലീസ് ഇത്തവണ പക്ഷേ സംഘാടകരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മാത്രമേ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു, സംഘാടകരോട്, അതായത് പുലിക്കളിയുടെ സംഘാടനം നടത്തുന്ന ആളുകളോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം അവരുടെ കൂടി ആശയങ്ങൾ കേട്ട ശേഷം മാത്രമേ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആളുകൾക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. എന്തായാലും സ്വരാജ് നഗറിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പാട്ടുരായ്ക്കൽ വിഭാഗം. നേരത്തെ ഒരുപാട് തവണ ഈ സ്വരാജ് മൈതാനത്തെ വിറപ്പിച്ചിട്ടുള്ള, അവിടെ കാടിന് സമാനമായ വന്യത സൃഷ്ടിച്ചിട്ടുള്ള ഈ പാട്ടുരായ്ക്കൽ വിഭാഗം 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ മടങ്ങി വരുന്നു. ആ മടങ്ങി വരുമ്പോൾ ഒരിക്കലും വെറുതെയാകില്ല എന്ന് ഉറപ്പിക്കുകയാണ് അവർ. അല്പസമയത്തിനകം അവർ ഈ ഫ്ലാഗ് ഓഫിന് അരികിലേക്ക് എത്തും. ആദ്യം ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നതും ഈ പാട്ടുരായ്ക്കൽ വിഭാഗം തന്നെയാണ്. അനുജ.